ഹായ് ഗായ്സ്, ലെറ്റ്സ് ലേണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് +2 ഇംഗ്ലീഷിൻ്റെ 4th പാർട്ടാണ്. ഓക്കെ, പ്രീവിയസ് ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 L's ഓഫ് എംപവർമെൻറ്റ് ക്രിസ്റ്റ്യൻ ലഗാർഡ് ഡെലിവർ ചെയ്തൊരു സ്പീച്ചിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിൽ വിമൻ എംപവർമെൻറ്റ് നമുക്ക് പോസിബിളാണ് 3 L'സിലൂടെ. ഇത് ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പിലൂടെ നമുക്ക് വിമൻ എംപവർമെൻറ്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം പോസിബിളാണ്. So what are the important parts or what are the important aspects in a speech? ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സ്പീച്ച് എങ്ങനെയാണെന്നുള്ളതിനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്പീച്ചിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് അല്ലെങ്കിൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നാണ്. Let's assume it is the first one, and the first one is to address the audience, and that is known as salutation. നമ്മളൊരു സ്പീച്ചിൽ ആദ്യം തന്നെ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതിനെയാണ് സല്യൂട്ടേഷൻ എന്ന് പറയുക. ഓഡിയൻസിന് നമുക്ക് പല തരത്തിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേസിൽ ഇതാക്കാൻ പറ്റും, സല്യൂട്ടേഷൻ നടത്താൻ പറ്റും. And second one, introduce the topic. സെക്കൻഡായിട്ട് ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷനും പലതരത്തിലുള്ള വേസ് ഉണ്ട്. Do you know that? The remaining aspects, the most important one is the body of the speech, the main part of the speech. അടുത്തതായിട്ട് വരിക കണ്ടൻറ്റ് അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നതാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ അതിലാണ് പറയുക. ആ സ്പീച്ചിൻ്റെ എന്താണ് ടോപ്പിക് വെച്ചാൽ ആ ടോപ്പിക്ക് എല്ലാം പറയുന്നത് നമ്മൾ കണ്ടൻറ്റിലാണ്. അത് നമുക്ക് പ്രസൻറ്റേഷൻ എന്നും കൂടെ പറയാം. Conclusion. ലാസ്റ്റായിട്ട് നമ്മൾ സ്പീച്ചിനെ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, സല്യൂട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ, പ്രസൻറ്റേഷൻ, കൺക്ലൂഷൻ. അപ്പോൾ ഇതാണ് ഒരു സ്പീച്ചിൻ്റെ മെയിൻ പാർട്സ് അല്ലെങ്കിൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. സ്പീച്ചിൻ്റെ സല്യൂട്ടേഷൻ, ഇൻട്രൊഡക്ഷൻ, ഈ ഒരു ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്കൊന്ന് കാണിക്കാം. ഈ കാണിച്ചിരിക്കുന്ന വേസിലൂടെയൊക്കെ നമുക്ക് ഒരു സ്പീച്ചിൻ്റെ എല്ലാ പാർട്സിനും പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ സല്യൂട്ടേഷൻ നമ്മൾ ഗുഡ് മോർണിംഗ് എവരി വൺ, ഹോണറബിൾ ഗസ്റ്റ് ഓൺ ആൻഡ് ഓഫ് ഡിയേഴ്സ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതുപോലെയൊക്കെ വെച്ചിട്ട് പറയും. ഇനിയും ഇതുപോലെ കുറേ ഉണ്ട്. ദെൻ അടുത്തത് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഇറ്റ്സ് മൈ പ്ലഷർ ടു സ്പീക്ക് ഓൺ ദ ടോപ്പിക്, എന്നിട്ട് ടോപ്പിക് എന്താ വെച്ചാൽ അത് പറയാം. അതല്ലെങ്കിൽ ഐ എം ഹാപ്പി ടു ബി ഹിയർ ടു ഷെയർ മൈ വ്യൂസ് ഓൺ എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് അത് പറയാം. അതിൽ ഇനിയും വേസ് ഉണ്ട്. പിന്നെ അടുത്തത് കണ്ടൻറ്റ് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ്. വി ആൾ നോ ദാറ്റ്, നൗ ഈസ് ദ ടൈം, ആസ് വി ആൾ നോ എന്ന് പറഞ്ഞിട്ട് ആ കണ്ടൻറ്റ് നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു സ്പീച്ച് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഉള്ള എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ജോയിൻ അവർ ഹാൻഡ്സ് ടുഗെദർ, അതല്ലെങ്കിൽ ഹോപ്പ് യു ഓൾ വുഡ് വർക്ക് ടുവേർഡ്സ് ഇറ്റ്, അതും അല്ലെങ്കിൽ ലെറ്റ്സ് സ്റ്റാൻഡ് യുണൈറ്റഡ് ഫോർ ദിസ് കോമൺ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ കാര്യം നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ടോപ്പിക് എന്താണോ അതിനെ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ സ്പീച്ചിനെ കൺക്ലൂഡ് ചെയ്യുക. Is this. Okay. Draft a speech on the topic Educated Women Empower the Nation. എഡ്യൂക്കേറ്റഡ് വിമൻ എംപവർ ദ നാഷൻ. ഈ ഒരു ടോപ്പിക്കിൻ്റെ ബേസിൽ ഒരു സ്പീച്ച് നമ്മളോട് ഡ്രാഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്കാണ്. കഴിഞ്ഞ ചാപ്റ്ററായിട്ടുള്ള 3 L's ഓഫ് എംപവർമെൻറ്റുള്ള കുറച്ച് പോയിൻറ്റ്സാണ്, സ്പീച്ചായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ് തന്നിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ഹെൽപ്സ് എ വിമൻ ടു സോൾവ് ആൾ പ്രോബ്ലംസ് ആൻഡ് ബ്രേക്ക് ഓൾ ദ ചെയിൻസ്, ഗിവ്സ് നോളജ് ആൻഡ് സ്കിൽസ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ട് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാനും ചെയിൻസ് ബ്രേക്ക് ചെയ്യാനും പിന്നെ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അതാണ് തുറന്നു കിടക്കുന്നത്. അവസരങ്ങളുടെ ലോകം തുറന്നു കൊടുക്കുകയാണ്. ദെൻ അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും, ലേബർ ഉണ്ടാവും. അപ്പോൾ ലേബർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹെൽപ്സ് ടു ഗ്രോ ആൻഡ് അച്ചീവ് ഹെർ ട്രൂ പൊട്ടൻഷ്യൽ. അവരുടെ യഥാർത്ഥ കഴിവിനെ അവർക്ക്
വളർത്താനും വളർത്തിയെടുക്കാനും അതിനെ അച്ചീവ് ചെയ്യാനും. അതുപോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അതുപോലെ ആൻഡ് ആഡ് ടു ദ പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഒരു നാഷൻക്ക് അവർക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇംപ്രൂവ് ദ ലിവിങ് കണ്ടീഷൻസ് ഓഫ് ദിയർ ഫാമിലി, അവരുടെ ഫാമിലീൻ്റെ ലിവിങ് കണ്ടീഷൻസും ചേഞ്ച് ചെയ്യും. ദെൻ ലീഡർഷിപ്പ് ആണെങ്കിൽ അപ്പോൾ പിന്നെ നേടിയെടുക്കാൻ പറ്റുന്നതാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിമൺ അല്ലെങ്കിൽ അവർക്കാണ് നമ്മൾ ഒരു ജോലി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ഏൽപ്പിക്കുന്നത് വെച്ചാൽ അവരത് മറ്റുള്ളവരെക്കാട്ടും ബെറ്ററായിട്ട് അത് ചെയ്യും. അപ്പം റെസ്പോൺസിബിൾ പൊസിഷൻസ് ടു വിമൺ ആണ്. ആൻഡ് അച്ചീവ് ദെയർ ഇൻബോൺ ടാലൻസ് ആൻഡ് അബിലിറ്റീസ്. ഇതൊക്കെ നമുക്ക് ആ സ്പീച്ചിൽ പോയിൻറ്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പ്രൊഫൈൽസ് ആണ്. അപ്പോൾ പ്രൊഫൈൽസിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന ബർത്ത് ടു ഡെത്തിനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്ന ഒരു കാര്യമാണ് പ്രൊഫൈല്. നമുക്കാദ്യം ക്രിസ്റ്റ്യൻ ലഗാർഡിൻ്റെ പ്രൊഫൈൽ വെച്ച് തുടങ്ങാം. അപ്പോൾ അവരത് ക്രിസ്റ്റ്യൻ ലഗാർഡ് ബോൺ ഇൻ പാരീസ് ഓൺ 1st January 1956, the first woman to become the finance minister of G8 economy and to head the International Monetary Fund IMF. She calls for opening the doors to women's learning, labor and leadership in the economic field. This speech was delivered at the National Democratic Institute, Washington DC on 19 May 2014. അവർ G8 എക്കോണമീൻ്റെ ഫസ്റ്റ് വിമൻ ഫിനാൻസ് മിനിസ്റ്ററും അതുപോലെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഹെഡും പിന്നെ കുറേ മിനിസ്ട്രി പദവികൾ അവർ വഹിച്ചിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പ്രൊഫൈലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഒരു പാർട്സ് ആണ്. അപ്പോൾ അതിൽ വേണ്ടത് ബർത്ത്, എഡ്യൂക്കേഷൻ, കരിയർ, അച്ചീവ്മെൻറ്റ്സ്, അവാർഡ്സ് ആൻഡ് ഡെത്ത്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, ഇതിൻ്റെ മുമ്പത്തൊക്കെ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഒക്കെ ക്ഷമിക്കുക, അത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.